ആഹാ, അന്തസ്. ഇന്ന് അവധിയായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഇന്ന് ഞാൻ തിന്ന് മരിക്കും. തിങ്കളാഴ്ച ഹർത്താൽ വന്ന പ്രതീതിയാണ് ഇവിടെ ഇന്ന്. കാരണം ഇവിടെ അച്ഛനും അമ്മക്കും വെജിറ്റേറിയനാണ് ഇഷ്ടം. നോൺ വെജ് വല്ലപ്പോഴും മാത്രമാണ് വാങ്ങിക്കുന്നത്. അമ്പലത്തിൽ നടന്നു പോയതുകൊണ്ടാവണം വല്ലാത്ത വിശപ്പ്. അമ്മേ, ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുക? ഞാനിന്ന് വിശന്ന് ചാവൂലോ ഈശ്വര. അമ്മേ! അമ്മ ആരോടോ കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേതാ പുതിയ കക്ഷി? ചിലപ്പോൾ പൂജാരിയുടെ അമ്മയാവും. എന്തായാലും ശല്യപ്പെടുത്താൻ പോകണ്ട. ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തി എടുക്കുമായിരിക്കും. കിട്ടിയ നമുക്ക് ഉപകാരമുള്ള കേസാ. ശാലി, ആ എന്താ അമ്മേ? നീ ഇത് കൊണ്ടുപോയിട്ട് ആ സുമാൻറ്റിക്ക് കൊടുക്ക്. ആർക്ക്? നിന്റെ പൂജാരിയുടെ അമ്മക്ക് കൊണ്ടു കൊടുക്കാൻ. എൻ്റെ പൂജാരിയോ? നീ ഇന്ന് ഡയലോഗ് അടിക്കാൻ കൊണ്ടുകൊടുക്കടി. ഇതെന്താ? അത് കുറച്ച് പായസ. ഓ, അപ്പൊ അവിടം വരെയായി കാര്യങ്ങള്. പായസവും കൊണ്ട് അവിടെ എത്തി ആന്റിയെ കുറെ വിളിച്ചു. ഒരു പൂച്ചക്കുഞ്ഞു പോലും പ്രതികരിക്കുന്നില്ല. ഇനി ഇവിടെ ആരും ഇല്ലേ? രണ്ടും കൽപ്പിച്ച് അകത്ത് കയറി. ആരോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആന്റിയാവും. പോലീസ്! ഞാൻ തിരിഞ്ഞോടാൻ നിൽക്കുമ്പോഴാണ് ഈ മുഖം പണ്ടെങ്ങോ കണ്ടില്ലേ എന്നൊരു സംശയം. തിരിഞ്ഞു നോക്കിയതേ ഓർമ്മയുള്ളൂ. എൻ്റെ സകല കിളികളും നാട് വിട്ടുപോയി. ദേ നമ്മുടെ പൂജാരി പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നു. മൂർഖം പാമ്പിനെ അതിൻ്റെ കൂട്ടിൽ കയറി ചെന്ന് ഈ കിളിയാക്കി പുറത്തിട്ടൊരു ഫീലിംഗ്. ഭൂമി പിളർന്ന് താഴെ മാവേലിക്ക് കൂട്ടുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ഡയലോഗ് തിരിച്ചു വന്ന് എന്നെ നോക്കി കൊഞ്ഞനും കുത്തി. സംഭവം ആളൊരു ചെറിയ ദുൽഖർ സൽമാനാ. നടന്നു വരുന്ന കാണാൻ ഒരു ആനച്ചന്തൊക്കെയുണ്ട്. പക്ഷെ ഈ ആന മിക്കവാറും തന്നെ ചവിട്ടി കൊല്ലും. കയ്യിൽ പായസമുള്ളതുകൊണ്ട് തിരിഞ്ഞോടാനും വയ്യ. മരണം ഏകദേശം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്ന പോരായിട്ടാണോ നിന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ആന അലറലോടലറൽ. ഞാൻ എൻ്റെ നാവിനെ കഷ്ടപ്പെട്ട് പിടിച്ച് കെട്ടിയിട്ടു. ഇപ്പൊ വല്ലതും പറഞ്ഞ ഈ ആനനെ ചവിട്ടി അരച്ച് പേസ്റ്റ് ആക്കും. നിന്റെ നാവെന്താടി, കാശിക്ക് പോയോ? ഞാൻ മുഖം വീർപ്പിച്ച് നിന്നതേയുള്ളൂ. എന്തോ പറയാൻ വന്ന പുള്ളി പെട്ടെന്ന് മുഖത്ത് ചിരി വരുന്ന കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു പുറകിലാരോ നിൽക്കുന്നുണ്ടെന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു എന്റെ തന്തപ്പി. അവര് വന്നു കയറിയില്ല. അതിനു മുമ്പേ നീ അവിടെ കയറി പറ്റിയോ? എന്നോടാണ്. ഈ അച്ഛനും തന്നെ നാണം കെടുത്തു. ഞാൻ അച്ഛനെ നോക്കി വിളിച്ചു കാണിച്ചു. ഞാൻ പോട്ടേടി വാവേ. എന്നോടും പൂജാരിയോടും യാത്ര പറഞ്ഞ് അച്ഛൻ കാറിൽ കയറിപ്പോയി. പൂജാരി വഴക്ക് പറച്ചിലിന്റെ അടുത്ത സെക്ഷൻ തുടങ്ങാൻ പോകുമ്പോഴാണ് അകത്തുനിന്നൊരു മനുഷ്യൻ നടന്നു വന്ന്. പൂജാരിയുടെ ഓണറായിരിക്കും മിക്കവാറും. ഇതാരാടാ? എന്നെ പുള്ളിക്ക് മനസ്സിലായില്ല. പൂജാരി എന്നെ പുച്ഛത്തോടെ ചുഴിഞ്ഞു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാനാരാ മോള് ഇടിച്ചു കയറി പരിചയപ്പെട്ടു. ഞാൻ ആ വീട്ടിലെയാ. ഞാൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആ, സുമ മുകളിലാ, തുണി വിരിച്ചിടുക. ഞാൻ വിളിക്കാം, മോള് കയറി വാ. സുമേ, സുമേ എന്നും പറഞ്ഞ് അങ്കിൾ പൂജാരിയുടെ ബൈക്കിൽ കയറിപ്പോയി. ഇയാൾക്ക് ജീപ്പൊന്നുമില്ലേ? ഇനി പോലീസ് തന്നെ അല്ലേ? വല്ല നാടക്കാരനാണോ ഈശ്വര? ദൈവമേ, കൊടുത്ത റെസ്പെക്റ്റ് വെറുതെ ആവുമോ? ആന്റി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആ നോട്ടം കണ്ടാൽ അറിയാം പുള്ളിക്കാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു. ഞാൻ ആ വീട്ടിലെയാ, പായസം തരാൻ വന്നതാ. ആ, രാവിലെ പത്മ പറഞ്ഞായിരുന്നു ഇന്ന് മോന്റെ പിറന്നാളാണെന്ന്. മോളിരിക്കെ. ഞാനും ആന്റിയും പെട്ടെന്ന് കൂട്ടായി. സംസാരത്തിൽ നിന്ന് മനസ്സിലായി പൂജാരി പുള്ളിക്കാരിയുടെ ഒരൊറ്റ മോനാണെന്ന്. പുള്ളിക്കാരനെ ഇവിടുത്തെ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. പുള്ളിയുടെ ആദ്യ പോസ്റ്റാണ് ഇവിടെ. ഇവർക്ക് നാട്ടിൽ വേറെ വീടൊക്കെ ഉണ്ട്. മോനെ ഒറ്റയ്ക്ക് വിടാൻ മടിയായതുകൊണ്ടാണ് ഫാമിലി ആയിട്ടിങ് പോകുന്നത്. ആന്റി സ്കൂൾ ടീച്ചറായിരുന്നു. അങ്കിളും ഇപ്പൊ രണ്ടുപേരും റിട്ടയർഡാണ്. ഈ തലതിരിഞ്ഞ ചെന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ടായ സന്തതിയാ. ഞങ്ങൾ കുറേ നേരം കത്തിവെച്ചിരുന്നു. ആ ഫാമിലിയുടെ ജാതകം വരെ ഞാൻ ആ സമയം കൊണ്ട് കൈക്കലാക്കി. ആന്റി എനിക്ക് ലഡുവൊക്കെ തന്നു. അതൊക്കെ വയറ്റിലാക്കി ഞാൻ പതിയെ സ്ഥലം കാലിയാക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നു. കേക്ക് കട്ട് ചെയ്യാൻ അങ്കിളും ആന്റിയും വന്നിരുന്നു. കേക്കൊക്കെ തിന്ന് ഭക്ഷണമൊക്കെ കുത്തിക്കേറ്റി ഞാൻ പോയി സുഖമായി കിടന്നുറങ്ങി. ഇന്നും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ വൈകുന്നേരമെല്ലാം ആന്റിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ബോറടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മോളിൽ പൂജാരിയുടെ റൂമിൽ കുറെ ബുക്കുണ്ട്, മോള് പോയി വായിച്ചു എന്ന് പറഞ്ഞ് മുഴുവനാകുന്നതിന് മുമ്പ് ഞാൻ ഓടി മോളിൽ കയറി. ബുക്ക് പണ്ടേ നമ്മുടെ വീക്ക്നെസ്സാണ്. ഉഫ്, റൂമൊക്കെ കാണണം. എന്നാ വൃത്തിയാ. ഒക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഷെൽഫ് നിറയെ ബുക്ക് നോക്കുന്നതിനിടയിലാണ് അവിടെ വെച്ച് യൂണിഫോം കണ്ണിൽപ്പെടുന്നത്. അതെടുത്ത് വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം, എന്നാ പിന്നെ ഒന്ന് ഇട്ട് നോക്കാം. യൂണിഫോമൊക്കെ ഇട്ട് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകീന്നൊരലർച്ച. ദൈവമേ, പൂജാരി!
എന്റെ കാര്യത്തിൽ ഇതൊരു തീരുമാനമായി. നൈസായിട്ടൊന്ന് ഇളിച്ചു നോക്കി. എവിടെ, ഇതൊരു നടക്ക് പോവൂല. ആരോട് ചോദിച്ചിട്ടാടി എന്റെ റൂമിൽ കയറിയത്? അത് ഞാൻ ചുമ്മാ കണ്ടപ്പിട്ട് നോക്കിയതാ, സോറി. നിനക്ക് കാണുമ്പോ എടുത്തിടാൻ നിന്റെ അമ്മായിയപ്പന്റെ വകയൊന്നല്ലോ. ഇളിച്ചോണ്ട് നിൽക്കാ, ഊരടി. ഞാൻ തിടുക്കപ്പെട്ട് ഷർട്ട് ഊരാൻ തുടങ്ങി. കൈവിറച്ചിട്ടാണെന്ന് തോന്നുന്നു, ഈ പണ്ടാരും ഊരാൻ പറ്റുന്നില്ല. അങ്ങേരുടെ മുഖത്തോട്ട് നോക്കിയിട്ടാണ് ഈ കൈയും കാലും വിറക്കുന്നു. തിടുക്കം കൂടിപ്പോയിട്ടാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ബട്ടൺസ് നമ്മളെ കയ്യിലിങ്ങ് പോകുന്നു. ഈശ്വരാ, ഇന്നു ചുമരിന്ന് വടിച്ചെടുക്കേണ്ടി വരുമല്ലോ. ഞാൻ പുള്ളിക്കാരനെ ചെരിഞ്ഞ് നോക്കി. എന്നെ നോക്കി ദഹിപ്പിക്കുകയാണ്. പിടിച്ചു വലിച്ചതൊക്കെ പൊട്ടിക്ക്, നാശം. നിന്നിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ശവം. എന്നെ നേരെ നടന്നീക്കൊണ്ടാണ് ഡയലോഗ്. എനിക്ക് കൊല്ലാനാണോ ഈശ്വര? ഞാനും എല്ലാം പുറകോട്ട് നീങ്ങിപ്പോയി ചുമരിൽ തട്ടി നിന്നു. പുള്ളിക്കാരൻ എൻ്റെ തൊട്ടു മുമ്പിൽ വന്ന് നിന്നു. ആ നോട്ടം താങ്ങാനാവാതെ ഞാൻ മെല്ലെ കണ്ണടച്ച് പിടിച്ചു. ഒരു കണ്ണ് നൈസായിട്ട് തുറന്നു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ എൻ്റെ നേരെ നീളുന്നു. ശരീരത്തിലെ ഓരോ രോമത്തിലും നാണം വന്ന് നിറയുന്നത് ഞാൻ അറിഞ്ഞു. കൈയെടുക്കടി പുല്ലേ! ഒരലർച്ചയായിരുന്നു. എൻ്റെ ചെവിയുടെ ഫിലമെന്റ് വരെ അടിച്ചുപോയി. അതിനകത്തിരുന്ന സകല കിളികൾ ഓടി രക്ഷപ്പെട്ടു. അയ്യേ, ബട്ടൺസ് അഴിക്കാനായിരുന്നു. ഇപ്പൊ കയ്യിന്ന് പോയേനെ. എന്റെ ചങ്കി കിടന്ന് ചിറകടിച്ച സകല ലവ് ബേഡ്സും എന്നെ നോക്കി പുച്ഛിച്ചു.